ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടൊരു വീഡിയോ ആണ്. കാരണം ഞാനിത് ചെയ്യുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഞാൻ ഉൾപ്പെടുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളൊരു വീട്ടമ്മയാണ്, നിങ്ങൾ സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരു വീട്ടമ്മയാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പോവാം. ഐ ആം അലീഷ ആൻഡ് വെൽക്കം ടു aliSays ബൈ അലീഷ. ഈ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്നത് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ കുറച്ച് പേരൊക്കെ എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെപ്പറ്റി അറിയാത്തവർക്ക് ഞാൻ എന്നെപ്പറ്റി ചെറുതായിട്ടൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ പേര് അലീഷ ആൻഡോ എന്നാണ്. ഞാൻ എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. കല്യാണം കഴിച്ചിരിക്കുന്നത് കോട്ടയത്തേക്കാണ്. എനിക്ക് 3 വയസ്സുള്ള ഒരു മകളാണുള്ളത്. അപ്പോൾ ഞാൻ ഈ PSCയിലേക്ക് വരുന്നത്, PSC പഠനത്തിലേക്ക് വരുന്നത് വളരെ യാദൃശ്ചികമായിട്ടാണ്. ഞാൻ IT ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യായിരുന്നു. അതായത് ഞാൻ ഇൻഫോസിസിൽ 5 വർഷം വർക്ക് ചെയ്യായിരുന്നു. ആ സമയത്ത് മോളുണ്ടായതിന് ശേഷം, മോൾക്ക് 1 വയസ്സായതിന് ശേഷമാണ് ഞാൻ ആ ജോലി രാജിവെക്കുന്നത്. എന്നിട്ടാണ് PSC പഠിക്കാം, ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തിലേക്ക് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ ഒരു ജേണിയും അത്ര സിമ്പിളായിട്ടുള്ളൊരു ജേണി ആയിരുന്നില്ല. ഒരു അമ്മ എന്ന നിലയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് എൻ്റെ എക്സ്പീരിയൻസ് കൂടെ നിങ്ങളോടായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. LD ക്ലർക്ക് 2021 എൻ്റെ ജീവിതത്തിലത്തെ ആദ്യത്തെ PSC എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് മോൾക്ക് 6 മാസം പ്രായമുള്ളപ്പോഴാണ്. ഭയങ്കര സ്ട്രഗിൾ നിറഞ്ഞൊരു പ്രിപ്പറേഷൻ തന്നെയായിരുന്നു ആ ഒരു സമയത്ത്. പക്ഷേ എൻ്റെ ലക്ഷ്യം ഇതെങ്ങനെയും ക്രാക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് മാർച്ച് ഫസ്റ്റ് വീക്കൊക്കെയാണ് പ്രിലിമിനറി ഉണ്ടായിരുന്നത്. അന്ന് PSC 2 സ്റ്റേജസ് ആയിട്ട്, പ്രിലിമിനറി, മെയിൻസ്, അങ്ങനെ 2 സ്റ്റേജസ് ആയിട്ട് നടത്തുന്ന എക്സാം ആയിരുന്നു. പ്രിലിമിനറി തന്നെ പല ഘട്ടങ്ങളിലായിട്ട്, നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അപ്പോൾ ആദ്യത്തെ ഘട്ടമാണ് അന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഡേറ്റ് ഡിക്ലെയർ, എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നു. അതിന് തൊട്ട് മുന്നത്തെ മാസം, അതായത് ഫെബ്രുവരി 1-ാം തീയതി, ഞാൻ കറക്റ്റായിട്ട് ആ ഡേറ്റ് ഓർക്കുന്നുണ്ട്. ഫെബ്രുവരി 1-ാം തീയതി ഞങ്ങൾ വീട്ടിലെല്ലാവർക്കും കൊറോണ പോസിറ്റീവ് ആവുകയാണ്. അപ്പം ഞാൻ PSC ഒന്ന് പഠിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും എനിക്ക് എന്താ ഇത്രയൊരു പ്രതിബന്ധം എന്ന് ഞാൻ അപ്പോഴും ആലോചിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലായിരുന്നു, ഹസ്ബൻഡ് നാട്ടിലില്ലായിരുന്നു. ഹസ്ബൻഡ് ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യാണ്, ഞാൻ കോട്ടയത്താണ്. ഇൻലോസിൻ്റെ കൂടെ ആയിരുന്നു ഒന്ന് താമസിക്കുന്നുണ്ടായിരുന്നത്. പപ്പയ്ക്കും മമ്മിക്കും തീരെ അവശതയായിരുന്നു. കാരണം കൊറോണ എഫക്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ അവർ തീർത്തും അവശരായിരുന്നു. മോൾക്കും നല്ല രീതിയിൽ കൊറോണ ബാധിച്ചു. അവൾ വളരെ കുഞ്ഞും കൂടി ആയതുകൊണ്ട് ഛർദി, പനി, ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എനിക്ക് കൊറോണ പോസിറ്റീവ് ആയിരുന്നെങ്കിലും ലക്ഷണങ്ങൾ അത്ര സീരിയസ് ആയിട്ട് വന്നില്ല. അപ്പോൾ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതലും ഹെഡ്സെറ്റ് വെച്ചിട്ട് ക്ലാസ് കേൾക്കാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം മോള് കൂടുതൽ സമയം വാശിയൊക്കെ ആയിരിക്കും. അപ്പോൾ ഉറങ്ങുന്ന സമയത്തൊക്കെ ആയാലും ഹെഡ്സെറ്റ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഒരു സൈഡിൽ കൂടെ ഞാനിങ്ങനെ കേൾക്കും. അപ്പോൾ ഫുൾ ശ്രദ്ധയൊന്നും കിട്ടില്ല, എന്നാലും ഹെഡ്സെറ്റ് വെച്ചിട്ട് ഞാൻ മാക്സിമം ക്ലാസ്സുകൾ കേൾക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പോലും എന്നോട് അന്ന് പറഞ്ഞു, നീ ഈ പരീക്ഷ വിട്ടേക്ക്, നമുക്ക് അടുത്ത പരീക്ഷ തൊട്ട് പഠിക്കാം. കാരണം പ്രിപ്പറേഷൻ തീരെ നടന്നിട്ടില്ല, ശരിയായിട്ടില്ല എന്ന് ഹസ്ബൻഡിന് അറിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പ്രിലിമിനറി ആണ്. അന്ന് ഏതാണ് പ്രിലിമിനറി, എത്ര പേര് ക്വാളിഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. പ്രിലിമിനറി അങ്ങനെ ഒരു ടൈപ്പ് എക്സാം നടത്തുന്ന ആദ്യത്തെ ഒരു പരീക്ഷണം കൂടിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് എഴുതി നോക്കാം. എന്തായാലും ഈ ഫീൽഡിലേക്ക് ഇറങ്ങി, അന്ന് ജോലി രാജി വെച്ചിട്ടില്ല, ലീവിലായിരുന്നു. അപ്പോൾ ഒന്ന് എഴുതി നോക്കാം എന്നുള്ള ഒരു ഇതിൽ പോയിട്ടാണ് എഴുതി നോക്കുന്നത്. അപ്പോൾ അന്ന് ജസ്റ്റ് കട്ട് ഓഫ് മാർക്ക് കുറഞ്ഞു. അപ്പോൾ അത് ഏറ്റവും കുറവ് മാർക്കാണ് അന്ന് ലഭിച്ചത്. എന്നാലും കട്ട് ഓഫ് മാർക്ക് കടക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞു. അപ്പോൾ പിന്നീടാണ് മെയിൻസിന് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ ആർക്കും ഹെൽത്ത് ഇഷ്യൂസോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജോലി റിസൈൻ ചെയ്തു. അപ്പോൾ മോളുടെ കാര്യങ്ങളും പഠനം കൂടെ മുന്നോട്ട് പോകാനായിരുന്നു പ്ലാൻ. അപ്പോഴാണ് ഫാദർ ഇൻ ലോയ്ക്ക് വയ്യാണ്ടാവുന്നതും കുറച്ച് സീരിയസ് കണ്ടീഷനൊക്കെ ആവുന്നത്. അപ്പം അതൊരു വീട്ടിലെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത് ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടുകാരുടെ കൂടുതൽ ശ്രദ്ധ ഹോസ്പിറ്റലിലും പപ്പയെ ശുശ്രൂഷിക്കാനുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിട്ട് മാറി. പക്ഷേ ആ ഒരു സമയത്തും ഞാൻ ഒഴിവുള്ള സമയങ്ങളിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് നിന്നിട്ടായാലും അങ്ങനെ എൻ്റെ കൊണ്ട് ആവുന്ന രീതിയിലൊക്കെ പഠിക്കുമായിരുന്നു. ഉറക്കമൊക്കെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സാക്രിഫൈസ് ചെയ്യുന്നു. ഞാൻ പൊതുവേ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പോൾ എന്നെ പേഴ്സണലി അറിയുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ അത്ര ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളല്ല. പക്ഷേ ഈ PSCക്ക് ഇറങ്ങിയ പിന്നെ ഹാർഡ് വർക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും കൂടെ മനസ്സിലാക്കിയിട്ട്, കോമ്പറ്റീഷൻ ലെവലും മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ സാക്രിഫൈസസ് നടത്തിയായിരുന്നു. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്തായിരുന്നു എന്തൊക്കെയാണ് എനിക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്തു. ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് ആകെ കിട്ടുന്ന കുറച്ച് സമയം പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ പഠന രീതിയൊക്കെ പറഞ്ഞിട്ട് ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കടത്തുന്നില്ല.
അങ്ങനെയാണ് LDC മെയിൻ എക്സാം എഴുതുന്നത്. അങ്ങനെ എനിക്കൊരു വലിയൊരു റാങ്ക് കിട്ടി, ഞാൻ 1ാം റാങ്ക് കിട്ടി 2ാം റാങ്ക് കിട്ടി എന്നൊന്നും അവകാശപ്പെടുന്നില്ല. എനിക്ക് കിട്ടിയത് LDC കോട്ടയം 325 പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ പോലും പഠിച്ച് ആ ഒരു നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞു എന്നതിനെ ഒരു നല്ലൊരു നേട്ടമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, എനിക്കിത് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇത് തീർച്ചയായിട്ടും സാധിക്കുമെന്ന് ഉറപ്പിക്കാൻ കൂടിയിട്ടാണ്. മെയിനായിട്ട് ഈ സർക്കാർ ജോലി ലക്ഷ്യം വെച്ച് പഠിക്കുന്ന ഒരു 4 കാറ്റഗറി ഓഫ് അമ്മമാരാണുള്ളത്. ഒന്നാമത്തെ കാറ്റഗറി ഓഫ് അമ്മമാരെന്ന് പറഞ്ഞാൽ വേറെ ജോലി റിസൈൻ ചെയ്ത് അല്ലെങ്കിൽ വേറെ ജോലിക്കിടയിൽ പഠിക്കുന്നവരാണ്. അപ്പോൾ ആ ജോലിയിൽ അവർ കംഫർട്ടബിൾ അല്ല, പലവിധ കാരണങ്ങൾ കൊണ്ട് അത് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഒരു അമ്മയായതിനു ശേഷം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസും കൂടുതലാണ്. അപ്പോൾ അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ആദ്യത്തെ കൂട്ടർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് വേറെ ഒരു നിവൃത്തിയില്ല, അതായത് ഹസ്ബൻഡിൻ്റെ സപ്പോർട്ടില്ല അല്ലെങ്കിൽ ഫിനാൻഷ്യലി വീട്ടിൽ നമ്മൾ തന്നെ ജോലിക്ക് പോയേ തീരൂ എന്നുള്ളൊരവസ്ഥയിൽ പെടുന്ന അമ്മമാരുണ്ട്. അവരാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ട് നേരത്തെ കല്യാണം കഴിക്കേണ്ടി വന്ന സ്ത്രീകളുണ്ട്. അതായത് ചിലപ്പോൾ പഠനത്തിൻ്റെ ഇടയിൽ ഡിഗ്രി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ PG ചെയ്യുമ്പോഴോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ PSC കോച്ചിങ് തന്നെ നടത്തുന്ന സമയത്തൊക്കെ ആയിരിക്കാം. നല്ല പ്രപ്പോസൽ വന്നു, അപ്പോൾ വീട്ടുകാർ അതായിട്ട് മുന്നോട്ട് വന്നു, അങ്ങനെ കല്യാണം കഴിഞ്ഞു, പിന്നെ അമ്മയായി, ഒരു കുട്ടിയായി, 2 കുട്ടിയായി. അപ്പോൾ അതിനുശേഷമൊക്കെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സമയം കിട്ടുന്നത്. അപ്പോഴാണ് ഒരു പഠനത്തെക്കുറിച്ച് ഒരു ജോലിയെക്കുറിച്ചൊക്കെ ചിന്തിക്കാനും പഠിക്കാനൊക്കെ സമയം കണ്ടെത്താനായിട്ട് കഴിയുന്നത്. അതാണ് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അതായത് അവർ പണ്ടൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ കല്യാണം കഴിയുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഒരു അമ്മയാവുന്നതിന് മുമ്പേ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭർത്താവിനെയൊക്കെ നോക്കി കുട്ടികളെയൊക്കെ നോക്കി വീട്ടിൽ സന്തോഷമായിട്ട് കഴിയാം, ജോലിയുടെ ഒന്നും ആവശ്യമില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാർ. എന്നാൽ കല്യാണം കഴിഞ്ഞ് അമ്മയായതിനു ശേഷമാണ് ഇത്ര സുഖകരമായിട്ടുള്ളൊരു ജേണി അല്ല, നമ്മൾ നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും അത്യാവശ്യമാണ്, സ്വന്തമായിട്ടുള്ള ഏർണിങ്സും ആവശ്യമാണ്, ഒരു ജോലി ആവശ്യമാണ് എന്നാൽ മാത്രമാണ് സമൂഹത്തിൽ നമുക്കൊരു നിലയും വിലയും ഉണ്ടാവുള്ളൂ എന്ന തിരിച്ചറിവ് കുറച്ച് വൈകി വരുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരാണ് ഏറ്റവും അവസാനത്തെ കാറ്റഗറി എന്ന് പറയുന്നത്. എന്ത് തന്നെയായാലും അൾട്ടിമേറ്റ്ലി ഇപ്പോൾ ഈ ഒരു എല്ലാ വിഭാഗക്കാരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു സർക്കാർ ജോലിയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ആഡ് ചെയ്യുന്നു, ബാക്കി ജോലി ചെയ്യുന്നവർ നല്ല ജോലിയാണ്, നല്ല സാലറി ഉണ്ട്, അതിൽ കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ തരാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു ജോലിക്കാണ് ഇവിടെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയും ആയിക്കോട്ടെ, ഒരു ജോലി നേടുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ലക്ഷ്യമായിട്ട് വന്നു, ഈ ലക്ഷ്യത്തിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് പ്രതിസന്ധികളാണ് നമുക്ക് മുന്നിലുള്ളത്, ഒരുപാട് ചലഞ്ചസ്. നമ്മൾ അമ്മയാവുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അത് കൈക്കുഞ്ഞുങ്ങളുള്ള അമ്മമാരുണ്ട്, അല്ലെങ്കിൽ ഒരു കുഞ്ഞ്, 2 കുഞ്ഞ്, 3 കുഞ്ഞ്, അങ്ങനെ പല കൈൻഡ് ഓഫ് അമ്മമാരുണ്ട്. അമ്മ എന്നുള്ളത് തന്നെ ഒരു റെസ്പോൺസിബിലിറ്റീസ് ആണ്. അമ്മയുടെ കൂടെ അഡീഷണൽ ആയിട്ട് നമുക്ക് വരുന്ന കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് അല്ലേ. അതായത് നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജോലിയില്ല, നമ്മൾ പഠിക്കുകയാണ്, അപ്പോൾ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ, നമ്മൾ ജോലി ഇല്ലാത്തവരാണല്ലോ, അപ്പോൾ വീട്ടിലത്തെ കാര്യങ്ങൾ, അതായത് അടി, തൊട, കുക്കിംഗ്, അങ്ങനത്തെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും അത് നമുക്ക് ചെയ്യേണ്ടി വരും. എന്നിട്ട് ബാക്കി വരുന്ന സമയത്താണ് നമ്മൾ ഈ പഠിച്ചിട്ട് ഈ ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടത്. പക്ഷേ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, PSCനെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാവരും കോമ്പറ്റീറ്റേഴ്സാണ്. അവിടെ വീട്ടമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷനോ, നമുക്കറിയാം അവിടെ സ്പോർട്സ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട അങ്ങനത്തെ ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. മദേഴ്സ് കോട്ട എന്ന് പറഞ്ഞിട്ട് കോട്ടയൊന്നുമില്ല അല്ലേ. അങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കേരള PSC എഴുതുന്ന ബഹുഭൂരിപക്ഷം വരുന്ന പേരും വനിതകളാണ്, സ്ത്രീകളാണ്. ഈ സ്ത്രീകളിൽ തന്നെ ഇത് ക്രാക്ക് ചെയ്യുന്ന ഭൂരിഭാഗം നല്ലൊരു ശതമാനം വീട്ടമ്മമാരാണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? ഇതിൻ്റെ കാരണം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്, സാധാരണ സ്റ്റുഡൻസ്, അതായത് വേറെ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, പഠിത്തം മാത്രം മതി, അങ്ങനെ പോകുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്കും ഈ സ്ട്രഗിൾസ് നേരിടുന്ന അമ്മമാർ അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കായാലും തമ്മിലുള്ള മേജർ വ്യത്യാസം എന്ന് പറയുന്നത് ഈ സ്ട്രഗിൾസ് ആണ് നമ്മുടെ ഫയർ. അപ്പോൾ ഈ സ്ട്രഗിൾസിൽ നിന്ന് എങ്ങനെയെങ്കിലും കരകയറാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. അതാണ് നമ്മുടെ ഫയർ. ഈ ഫയർ വേറെ ആരും നൽകിയിട്ടുള്ളതല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വന്നിട്ടുള്ളതാണ്. അത് എങ്ങനെ എഫക്റ്റീവായിട്ട് ഔട്ട്പുട്ടായിട്ട് ഒരു ജോലിയാക്കി മാറ്റാം എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഇനി സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല വീട്ടുകാരും പലതരത്തിലുള്ള സപ്പോർട്ടാണ്. ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളവരുണ്ട്, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, ഇൻലോസിൻ്റെ സപ്പോർട്ട് ഉള്ളവരുണ്ട്, ഇല്ലാത്തവരുണ്ട്, അങ്ങനെ പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കമൻറ്റ് എവിടെയോ വായിച്ചത്, മരുമകൾക്ക് ജോലി കിട്ടണം എന്നാണ് അമ്മായിയമ്മയുടെ ആഗ്രഹം, പക്ഷെ പഠിക്കാൻ പാടില്ല. അപ്പോൾ അങ്ങനെ പല രീതിയിലുള്ള ആൾക്കാരുകളുണ്ടല്ലേ. അപ്പോൾ നമുക്ക് അവരെ ഒന്നും പ്രത്യേകിച്ചൊന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ടോ ഒന്നും നമുക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന കുറച്ച് സമയമാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ സമയം എങ്ങനെ എത്രത്തോളം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാനാണ് ഞാൻ ഇനി സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടെങ്കിൽ, ഒരു സ്റ്റഡി പാറ്റേൺ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് തന്നെ ഫോളോ ചെയ്യലാണ് നല്ലത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് കൺസിഡർ ചെയ്താൽ മതിയായിരിക്കും. പഠിക്കുമ്പോൾ ഏത് പരീക്ഷയ്ക്കായാലും പഠിക്കുമ്പോൾ ഏറ്റവും തുടക്കത്തിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കലാണ്. ഐദർ സിലബസ് പ്രിൻ്റ് ഔട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ എഴുതി ഒരു ബുക്കിൽ എഴുതി വെക്കുക. എന്നിട്ട് പഠിക്കുന്ന ഓരോ പോർഷൻസും ടിക്ക് ചെയ്ത് പോവാം. റിവൈസ് ചെയ്യുകയാണെങ്കിൽ എക്സ്ട്രാ ഒരു മാർക്കും കൂടെ കൊടുക്കുക, ടിക്കിൻ്റെ മുകളിൽ ഒരു സ്റ്റാറോ. അവ പഠിച്ചു കഴിഞ്ഞു, റിവൈസ് ചെയ്ത് കഴിഞ്ഞു എന്ന് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്. റിവിഷൻ എപ്പോഴും ചെയ്തുകൊണ്ടേ ഇരിക്കണം, എന്നാലും നമുക്ക് എത്രത്തോളം നമ്മൾ കവർ ചെയ്ത് എന്നറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്താൽ അതും ഹെൽപ്ഫുള്ളായിട്ട് മാറും. പഠനത്തിൽ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് രാവിലെ. ഇപ്പോൾ നമ്മൾ എഴുന്നേൽക്കുന്നത്, നമുക്ക് കിച്ചണിൽ ഡ്യൂട്ടി ഉള്ളത് 6 മണിക്കാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു 5 മണിക്ക് എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ രാവിലെ ഒരു 1 അവർ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാവരും ഉറങ്ങായിരിക്കും. നമുക്ക് ഏറ്റവും കോൺസെൻട്രേഷനോട് കൂടെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് രാവിലത്തെ 1 മണിക്കൂർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ രാത്രി, ഇപ്പോൾ കൊച്ചുങ്ങളൊക്കെ ഒരു 10 മണിയാകുമ്പോൾ ഉറക്കിയിട്ട് ഒരു 10 തൊട്ട് 12 വരെ രാത്രി ആ 2 മണിക്കൂർ, ഇതും കുഞ്ഞുങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അവരൊക്കെ ബാക്കി വീട്ടുകാരൊക്കെ ഉറങ്ങിയിട്ട് നമുക്ക് മാത്രം ഫുൾ കോൺസെൻട്രേഷനിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സമയമായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ കൈക്കുഞ്ഞുങ്ങളുള്ളവരുടെയൊക്കെ കാര്യം കുറച്ചും കൂടെ വ്യത്യാസമാണ്. അപ്പോൾ അവർക്ക് ഉള്ള സമയം മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാൻ പറ്റുക. അപ്പോൾ കൂടുതൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് വോയിസ് ക്ലാസ്സസ് കേൾക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ സമയത്തിൻ്റെ പരിമിതികളുള്ളവർ. അപ്പോൾ ഈ ഹെഡ്സെറ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഫുൾ പോയിൻറ്റ്സ് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല, എല്ലാം നമുക്ക് കിട്ടുന്നുണ്ടോ എന്നൊക്കെയുള്ള കൺഫ്യൂഷൻസ് നമുക്കുണ്ടാവും. പക്ഷേ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കൂടുതൽ ഉപയോഗിച്ചിരുന്നത് വോയിസ് ക്ലാസ്സുകളാണ്. അപ്പോൾ മോളെ തൊട്ടിൽ ഉറക്കുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ എപ്പോഴും ഹെഡ്സെറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. നമുക്ക് എക്സാം ഹാളിൽ നമുക്ക് അവിടെ എക്സാം എഴുതൊന്നും വേണ്ടല്ലോ, ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എലിമിനേറ്റ് ഒക്കെ ചെയ്തിട്ട് ഒരു ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരും. അതുകൊണ്ട് വോയിസ് ക്ലാസ്സസിനെ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്താൽ അത് കുറേയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ കുറേയൊക്കെ കുഞ്ഞുള്ള സമയത്തും കുഞ്ഞില്ലാത്ത സമയത്തൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ കുഞ്ഞില്ലാത്ത സമയത്താണെങ്കിൽ നമ്മൾ മാക്സിമം പഠനത്തിൽ ശ്രദ്ധ കൊടുത്തിട്ട് കുഞ്ഞിലുള്ള സമയത്ത് റിവിഷന് പ്രാതിനിധ്യം കൊടുക്കുക. കാരണം നമുക്ക് പഠിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷനിൽ ഇരുന്ന് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമാവുള്ളൂ. പക്ഷേ റിവിഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ടുകൊടുത്ത് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പോൾ കുഞ്ഞ് ബേബീസൊക്കെ ആണെങ്കിൽ അവർ വായിൽ എന്തെങ്കിലുമൊക്കെ ഇടുന്നുണ്ടോ എന്ന് നമ്മുടെ ഒരു നോട്ട് എപ്പോഴും അവർക്ക് വേണമല്ലേ. അപ്പോൾ റിവിഷൻ ആണെങ്കിൽ അത്രയും പ്രശ്നം വരില്ല. അപ്പം ഇങ്ങനൊരു സ്ട്രാറ്റജി പ്രയോഗിച്ച് നോക്കാവുന്നതാണ്. പിള്ളേരൊക്കെ സ്കൂളിൽ പോകാൻ പ്രായത്തിലുള്ള പിള്ളേരാണെങ്കിൽ അവർ കറക്റ്റ് സ്കൂളിൽ പോകുന്ന സമയമുണ്ടല്ലോ. അപ്പോൾ 10 തൊട്ട് 4 വരെ ആണെങ്കിൽ ആ ഒരു സമയം നമ്മൾ തീർച്ചയായിട്ടും ഫുള്ള് പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ഉച്ചയ്ക്കുള്ള ഉറക്കമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ദുശീലങ്ങളൊക്കെ മാറ്റിവെച്ച് ഫോണൊക്കെ മാറ്റിവെച്ച് കംപ്ലീറ്റ് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഇനിയിപ്പോൾ LDC നോട്ടിഫിക്കേഷൻ കൂടെ വന്നു. 6 മാസമാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 6 മാസത്തിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വിട പറഞ്ഞിട്ട് പഠിത്തത്തിലായിരിക്കണം ശ്രദ്ധ. അപ്പോൾ ഒരുപാട് പേർ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ വരും. അതായത് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല, കുറേ കാലമായാലോ പഠിക്കണം, ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് കേട്ടാം. ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അവഗണിച്ചിട്ട് അവർക്ക് ചെയ്ത് കാണിച്ചു കൊടുക്കുക. എനിക്കൊരു ജോലി മേടിച്ച് തരാൻ പറ്റും, എനിക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും, എനിക്കൊരു സർക്കാർ ജോലി കിട്ടും എന്നുള്ളത് നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കോച്ചിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ ഓഫ്ലൈൻ കോച്ചിങ്ങും ഉണ്ട്, ഓൺലൈൻ കോച്ചിങ്ങും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടിനും അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട്. ഇത് തീർച്ചയായിട്ടും അവനവൻ്റെ കൺവീനിയൻസിന് അനുസരിച്ച് ചൂസ് ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ, ഓഫ്ലൈൻ്റെ ബെനിഫിറ്റായിട്ട് തോന്നിയേക്കണത് കോമ്പറ്റീഷൻ്റെ ലെവൽ അറിയാൻ പറ്റും. പലർക്കും പലപ്പോഴും കോമ്പറ്റീഷൻ്റെ ലെവൽ അറിയില്ല. എനിക്ക് തുടക്കത്തിൽ ഇത്രയൊരു കോമ്പറ്റീഷൻ ഈ ഒരു ഫീൽഡിലുണ്ടെന്ന് അറിയില്ലായിരുന്നു. കാരണം ഞാൻ കോച്ചിങ്ങിന് പോവാത്ത ഒരാളാണ്. അപ്പോൾ എത്ര പേര് ഇത് പഠിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചുകൊണ്ടിരുന്നത് കുറേ പേര് കാനഡയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ UK വേറെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, കുറേ പേര് ഇവിടെ IT കമ്പനിയിൽ അല്ലെങ്കിൽ മറ്റു ജോലികൾ പ്രൈവറ്റ് ജോലികളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ബാക്കി കുറച്ച് പേരല്ലേ ഇതിലോട്ട് വരുന്നുള്ളൂ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ ഇറങ്ങി
ചെന്നപ്പോഴാണ് ഇത്രയധികം കോമ്പറ്റീഷൻ PSC ഉണ്ടെന്ന് ഞാൻ അറിയുന്നത്. അപ്പോൾ കോമ്പറ്റീഷൻ ലെവൽ അറിയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓഫ്ലൈനൊക്കെ പോവുകയാണെങ്കിൽ ആ പിള്ളേർ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അവരായിട്ട് മിങ്കിളൊക്കെ ചെയ്യുമ്പോൾ ഒരു കോമ്പറ്റീഷൻ്റെ ലെവലും ആ സ്പിരിറ്റും ഒക്കെ അറിയാനായിട്ട് നമുക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പക്ഷേ ഓഫ്ലൈൻ ഇപ്പോൾ അമ്മമാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ സമയം കുറവാണല്ലേ. അപ്പോൾ ഈ ഓഫ്ലൈൻ കോച്ചിങ് സെൻറ്ററിൽ പോകാൻ തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരുങ്ങി പിടിച്ചൊക്കെ പോകുമ്പോൾ തന്നെ അവിടെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂറൊക്കെ നഷ്ടപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ അങ്ങനെ ഒരുക്കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. പോകുന്നതിൻ്റെ യാത്രയുടെ സമയമൊന്നും അവിടെ വേസ്റ്റ് ആവില്ല. ഓൺലൈൻ ആകുമ്പോൾ ഫുൾ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് കേൾക്കുമ്പം ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ലാത്ത ക്ലാസ്സുകളാണെങ്കിൽ അത് ചിലപ്പോൾ എഫക്റ്റീവ് ആവില്ല. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് കോച്ചിങ് ആവശ്യമുള്ളവർ കോച്ചിങ് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി ഏതൊക്കെ സബ്ജക്ട്സ് ആണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്? അപ്പോൾ നമുക്കറിയാം ഈ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ഈ ഒരു 30 മാർക്ക് എന്ന് പറയുന്നത് എല്ലാ PSC എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന ഒരു ഫാക്ടറാണ്. മെയിൻ എക്സാമിന് ഈ 30 മാർക്ക് നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഫോക്കസ് ചെയ്യണം. ഇത് മാക്സിമം ഇതിന് എഫേർട്ട് ഇട്ട് കിട്ടുകയാണെങ്കിൽ അതിൽ മാക്സിമം മാർക്ക് വാങ്ങിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഇംഗ്ലീഷ് എടുത്ത് നോക്കുകയാണെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇഫ് കണ്ടീഷൻ അല്ലെങ്കിൽ പാസീവ് വോയിസ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ്, ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഇപ്പോൾ ഇഫ് കണ്ടീഷൻ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരു 4 റൂൾ അല്ലെങ്കിൽ ഒരു 5 റൂൾ ഉണ്ടാവും. അത് പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം. മലയാളത്തിലാണെങ്കിൽ റിപ്പീറ്റ് ചെയ്യണം. പദശുദ്ധിയൊക്കെ കൂടുതലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷിലും മലയാളത്തിലും ചോദിച്ച് കണ്ടേക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും നമുക്ക് കുറച്ചും കൂടെ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഈ വൊക്കാബുലറി എന്ന് പറയുന്നതാണ് ഇംഗ്ലീഷിലും മലയാളത്തിലും കുറച്ചും കൂടെ സാഗരമായിട്ട് കാണേക്കുന്നത്. കുറച്ച് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. കൂടുതൽ അതിലോട്ട് സമയം ചെലവഴിച്ചിട്ട് കാര്യമില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ആ ഭാഗം അവിടെ വിടുക. ബാക്കിയുള്ള ഭാഗത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. മാത്സ് ഇഷ്ടമുള്ളവരുണ്ട്, ഇഷ്ടമില്ലാത്തവരുണ്ട്. ഞാൻ മാത്സ് ഇഷ്ടമുള്ള ഒരാളാണ്. അതുകൊണ്ട് എനിക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ ഇഷ്ടക്കേടൊന്നും നോക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. നമുക്കിവിടെ ജോലി കിട്ടണം. അതുകൊണ്ട് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റ് ആണെങ്കിലും അല്പം ഇഷ്ടത്തോട് കൂടിയിട്ട് അതിനെ സമീപിക്കാനായിട്ട് ശ്രമിക്കുക. മാത്സ് മാക്സിമം പ്രാക്ടീസ് ചെയ്യാം. അറിയാത്തവരാണെങ്കിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇമ്പ്രൂവ്മെൻറ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും. പെട്ടെന്നൊരു ഇമ്പ്രൂവ്മെൻ്റ് അല്ല, അതൊക്കെ ഒരു ഗ്രാജുവൽ ആയിട്ടാണ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുക. പക്ഷേ നമ്മൾ കറക്റ്റായിട്ട് ഒരു 1 hour മാത്സിന് വേണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കാര്യമാണ് റിവിഷൻ. എസ്പെഷ്യലി ഇപ്പോൾ PSCയുടെ സിലബസ് എന്ന് പറയുമ്പോൾ ഒരു മഹാസാഗരാണല്ലോ. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ വെറുതെ പഠിച്ചു പോയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ മറന്നു പോകും. അപ്പോൾ മറവി എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആരും ഇപ്പോൾ ന്യൂട്ടനും അല്ലെങ്കിൽ ഐൻസ്റ്റീനും ഒന്നുമല്ല. അപ്പോൾ മറവിയൊക്കെ അതിൻ്റെ വശത്തുകൂടി നടക്കും. പക്ഷേ നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടത് വീക്കിലി എങ്കിലും റിവിഷൻ നടത്താനായിട്ട് ശ്രമിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസോ മോഡൽ ക്വസ്റ്റ്യൻസോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇത് നമ്മുടെ ഒരു എക്സാം എഴുതുമ്പോൾ ഉള്ള സ്പീഡ് കൂട്ടാനും അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ടെൻഷനും ഒക്കെ എത്രത്തോളം ഉണ്ട്, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നത് വഴിയാണ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കാം. പിന്നെ ഫോക്കസ് ചെയ്യേണ്ട മറ്റ് സബ്ജക്ട്സ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ്. ഈ ഒരു 2 സബ്ജക്ട്സ് സിലബസിൽ നമുക്കിപ്പോൾ LDCയുടെ സിലബസ് വന്നിട്ടില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കഴിഞ്ഞ വർഷത്തെ മെയിൻസിൻ്റെ സിലബസ് എടുത്ത് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. കറക്റ്റ് മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ ഒറിജിനൽ സിലബസ് വന്നാലാണ് നമുക്ക് അറിയാനായിട്ട് പറ്റുക. അപ്പോൾ ചിലപ്പോൾ കേരള അഡ്മിനിസ്ട്രേഷനും കറണ്ട് അഫയേഴ്സും ഇമ്പോർട്ടൻറ്റ് ലോസും ഒക്കെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനിൽ വ്യത്യാസം വന്ന് കണ്ടേക്കുന്നത്. ഇപ്പോൾ എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞാലും സ്ഥിരമായിട്ട് ഒരേ രീതിയിലുള്ള ഒരു പാറ്റേൺ ആണ് PSC ഫോളോ ചെയ്യുന്നത്. ആ സബ്ജക്ട്സ് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കുറവുമാണ്. അത് പഠിക്കുകയാണെങ്കിൽ അതിനുള്ളിൽ നിന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ളൂ. ഇപ്പം എക്കണോമിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ 5 year പ്ലാൻ അല്ലെങ്കിൽ നീതി ആയോഗ്, RBI ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഏരിയ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമുണ്ടാവും. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും പ്രിയാമ്പിൾ, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അങ്ങനെയുള്ള ഏറ്റവും മേജർ പോർഷൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ പോർഷൻസ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ പഠിക്കുമ്പം കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു തോന്നലൊക്കെ പലർക്കും വരും. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ള സബ്ജക്ട്സ് വെച്ചിട്ട് തുടങ്ങാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ ട്രാക്കിലായിട്ട് മാത്രം ബാക്കിയുള്ള സബ്ജക്ട്സ് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ. അപ്പോൾ നോട്ടിഫിക്കേഷനും LDCയുടെ നോട്ടിഫിക്കേഷൻ വന്നു. LGSൻ്റെ ഈ മന്ത് തന്നെ വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റവും ഫോക്കസ് ചെയ്യേണ്ടത് പഠനത്തിൽ തന്നെയാണ്. ബാക്കി ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, അവിടെ കിടന്ന് പുച്ഛിച്ചോട്ടെ, നമ്മൾ ഒരു ജോലി വാങ്ങിച്ചിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കുക.
അപ്പോൾ പലരും കുറേ കാലമായിട്ട് പഠിക്കുന്നവരും അല്ലെങ്കിൽ എനിക്ക് പറ്റുമോ എനിക്കിത് കിട്ടുമോ എന്നുള്ള തോന്നലുള്ളവരൊക്കെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ പറ്റുമെന്നുള്ളൊരു ശുഭാപ്തിയും വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ തന്നെ പകുതി പ്രശ്നങ്ങളും സോൾവായി. ടെൻഷൻ എടുത്ത് പഠിച്ചാൽ നമുക്ക് ഉള്ളത് പോലും നഷ്ടപ്പെടാനുള്ള സാധ്യതയാണുള്ളത്. ഭാവിയിലെ സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ ഗുഡ് ഡേ.